നമസ്കാരം, എൻ്റെ പേര് ജില്ലിൻ, കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. എൻ്റെ ചോദ്യം ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. നമ്മളിന്ന് മതത്തെക്കുറിച്ച് അനാവശ്യമായ ചർച്ചകൾ ചെയ്യുമ്പോൾ നമ്മളെ സമൂഹം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ അത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവാണ്. അതായത് തൊഴിലില്ലായ്മ, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടികളൊക്കെ നേരിടുന്നത്. ഞാനൊരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഭരണഘടന നമ്മൾ പഠിപ്പിക്കുന്നത് മതം വെറുമൊരു ഭരണഘടന വെറുമൊരു മന്ത്രമല്ല, അതൊരു മനുഷ്യ പ്രാർത്ഥനയാണെന്നാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇടതുപക്ഷം എന്ന് സാമുദായിക നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടോ അന്നൊക്കെ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ചരിത്രമാണുള്ളത്. പക്ഷേ ഇന്ന് ഇടതുപക്ഷം മതമേലധ്യക്ഷന്മാരെ വണങ്ങുകയും അതേപോലെ സാമുദായിക നേതാക്കളെ വണങ്ങുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപന നയത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്കല്ലേ? ഇത് ഇടതുപക്ഷ പാർട്ടിക്ക് ഭൂഷണമാണോ എന്നാണ് എൻ്റെ ചോദ്യം. ശരി, പെട്ടെന്നുള്ള മറുപടി ആർഷോ. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം. അത് കേരളത്തിലെന്നല്ല, ഏതൊരു സമൂഹത്തിനകത്തും ആ നാട്ടിലെ മനുഷ്യരെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് നിരന്തരം ചർച്ചയാകണമെന്നും ഈ പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സംവാദ വിഷയം അതാകണമെന്നുള്ള അങ്ങയുടെ അഭിപ്രായത്തിനകത്ത് എനിക്ക് മറ്റു വിയോജിപ്പൊന്നുമില്ല, വിരുദ്ധാഭിപ്രായങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ വിഷയം സാമുദായിക സംഘടനാ നേതാക്കളെ വിമർശിച്ച കാലത്ത് എന്നുള്ളത്. സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ നാടിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളൊക്കെ നമ്മുടെ നാടിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള സാമുദായിക സംഘടനകളാണ്. പല ഘട്ടത്തിലും അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നിലപാടുകളെ അതാത് ഘട്ടത്തിൽ ഉയർത്തേണ്ടുന്ന അതേ ഗൗരവത്തോടുകൂടെയുള്ള വിമർശനം ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങളും നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിൻ്റെ പിന്നോട്ട് പോക്കിന് കാരണമാകുമ്പോൾ കടുത്ത വിമർശനം, അത് കടുത്ത നിലയിലുള്ള തിരുത്തൽ അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും. അത് അങ്ങനെ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് അഭിപ്രായം. അല്ല, സാമുദായിക നേതാക്കൾ നിരന്തരം വിമർശിക്കപ്പെടേണ്ട ആളുകൾ മാത്രമാണ് എന്നുള്ള അഭിപ്രായമല്ല, അവർ മാറ്റിയെടുത്തപ്പെടേണ്ട ആളുകൾ എന്നുള്ള അഭിപ്രായമല്ല. അവർക്ക് സമൂഹത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ആളുകളാണ്, നടത്താൻ ശേഷിയുള്ള ആളുകളാണ്. എന്നാൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനത്തെയും പിന്തുണയ്ക്കേണ്ടുന്ന, അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ടുന്ന, അതിനെ വിമർശനത്തിന് വിധേയമാക്കാതിരിക്കേണ്ടുന്ന അവസ്ഥ, സാഹചര്യം ഇടതുപക്ഷത്തിനില്ല എന്നതാണ്. ശരി.